സംസ്ഥാനത്ത് വോട്ടെടുപ്പിന്റെ സമയം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പല മണ്ഡലങ്ങളിലും നീണ്ട നിര തന്നെയുണ്ട്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പാലക്കാട് അകത്തെ തറയിൽ 6 മണി കഴിഞ്ഞിട്ടും ഇപ്പോഴും നീണ്ട നിര തന്നെയാണ് എന്നാണ് അരുൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും ഈ നീണ്ട നിരയ്ക്ക് കാരണമായി, പോളിംഗ് വളരെ മന്ദഗതിയിലാകാൻ കാരണമായി എന്നും പറയുന്നുണ്ട്. അവിടുത്തെ ഒരു സാഹചര്യം. തീർച്ചയായും പാലക്കാട് അകത്തേത്തറ GUPS സ്കൂളിലാണ് ഇത്തരത്തിൽ വലിയ നീണ്ട നിര തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 6 മണിയായി, 6 മണി കഴിഞ്ഞു, എല്ലാവർക്കും ടോക്കൺ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയ നിരയാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയും ഒരു 8 മണി വരെയൊക്കെ ഇത്രയും ആളുകൾ പോൾ ചെയ്യണമെങ്കിൽ, വോട്ട് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ ഒരു 8 മണിയൊക്കെ സമയം എടുക്കും തോന്നുന്നുണ്ട്. അത്രയേറെ ഒരു നീണ്ട നിരയാണ് ഇപ്പോഴും കാണുന്നത്. ഇത് ഇത്തരത്തിലൊരു നീണ്ട നിര ഉണ്ടാവാൻ കാരണമായത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് എന്നൊരു ആരോപണമാണ് വോട്ടർമാർ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ തിരക്ക് തന്നെ ഇപ്പോഴും ഈ അകത്തേത്തറയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം ജില്ലയിലെ പരിശോധിക്കുകയാണെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിൽ 66%, അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ 67% പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മണി വരെയുള്ള പോളിംഗ് ആണ്. കഴിഞ്ഞ തവണ 77.72% ഈ പാലക്കാട് മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഏതായാലും അത്രത്തേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അവസാനത്തെ കണക്കുകളാവുമ്പോഴേക്കും അതിന് ചിലപ്പോൾ അതേ ശതമാനത്തിലേക്ക്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും പല ബൂത്തുകളിലും ഇത്തരത്തിൽ ഒരു വോട്ടർമാരുടെ വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നുള്ളത് വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ട് ഇത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ഏറെ നേരമായി പലരും കാത്തു നിൽക്കുന്നു. പക്ഷേ വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എത്ര നേരം? 2:30 മണി തൊട്ട് കാണാം. ഉച്ചക്ക് മണി 6 കഴിഞ്ഞു. ഇങ്ങനെ ജനങ്ങളെ 4 മണിക്ക് നിൽക്കാൻ തുടങ്ങിയത്. 6 മണി 6:30. ഇതാണ് ഇപ്പോഴത്തെ താല്പര്യങ്ങൾ കേരളത്തിൻ്റെ അവസ്ഥ. അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ ഉണ്ട്. അവരെല്ലാം ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു. പലർക്കും വോട്ട് ചെയ്യാൻ വലിയ തടസ്സം അനുഭവപ്പെടുന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത്. എത്ര മണിക്ക് വന്നതാണ്? 3 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാ. 5ാമത്തെ തവണയാണ് വരുന്നത്. വളരെ ബുദ്ധിമുട്ടായി തോന്നി ഈ ഒരു പോളിംഗ്. ജനങ്ങൾക്ക്, എനിക്ക് മാത്രമല്ല, നിൽക്കുന്ന ആളുകൾ കംപ്ലീറ്റ് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. മോശമായിട്ട് തോന്നി. ഓരോ തവണ വന്നപ്പോഴും തിരക്കായിരുന്നു. തിരിച്ചു പോകേണ്ട അവസ്ഥ. വളരെ സ്ലോ ആണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. ഈ ചൂടല്ലേ, വേനൽക്കാലല്ലേ, എത്ര ആൾക്കാർ, സ്ത്രീകളൊക്കെ തിരിച്ചു കയറിയോ. വളരെ ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അങ്ങനെയാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും എന്നുള്ളതാണ്. എപ്പോൾ വന്നത്? ഞാൻ വന്നിട്ട് 2 മണിക്കൂർ മേലെ. രാവിലെ ഇതേപോലെ ആയിരുന്നു. ഞാൻ തിരിച്ചു പോയി വീണ്ടും വന്നതാണ്. എന്താണ് ഈ ഇത്തരം തിരക്ക് കാരണം? എന്താണ്? ഇന്നലെ പറഞ്ഞാണ് ഇത് മൊത്തം ടോട്ടൽ വന്നിട്ട് 1300 ഓട്ടോളം ഇവിടെ ഉണ്ട്. ഇന്നലെ പറഞ്ഞാണ് 2 മെഷീൻ വേണമെന്നുള്ളത് പറഞ്ഞാണ്. അത് കൂട്ടാക്കാതെ തന്നെ ഇവിടുത്തെ ഓഫീസർ ഒരു കാരണം വെച്ചാലും സഹകരിക്കുന്നില്ല. ഇപ്പോൾ ഏജന്റുമാരത്ത് ആരത്തും ഒന്നും സഹകരണമില്ല. ഭയങ്കര രാവിലെ മുതൽ തിരക്കായിട്ട് നടക്കുകയാണ് ആൾക്കാർ. കുട്ടികളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് ബുദ്ധിമുട്ടി നടക്കുകയാണ്. രാവിലെ മുതൽ ഈ പ്രശ്നം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ഉച്ചയ്ക്ക് ഈ തിരക്ക്, രാവിലെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. ഈ ലൈന് പോകുന്നതില്ല, നീങ്ങുന്നതില്ല. ഇതേ തിരക്കാണ്. ഒരാൾ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് എടുക്കും. ഒരാൾ പോയിട്ട് വരികയാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. അത്രയും വൈകുന്നേരം, ഇത്രയും ഭയങ്കര ചൂടാണ്. ഇരുന്നിരുന്ന് മതിയായി. 3 പ്രാവശ്യം കയറിയിട്ട് 3 മണിയും കഴിയാൻ. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഇതാ എൻ്റെയാണ് അവസാനത്തെ 113 ടോക്കൺ. എൻ്റെ അവസാനത്തെ ടോക്കനാണ്. ഇത് എത്ര മണിയാവുന്നത്? 9 മണി. ഈ 9 മണി വരയ്ക്കും നമ്മൾ നിൽക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇതെന്തായാലും നമ്മൾ എന്തെങ്കിലും ചായ, വെള്ളം ഒന്നും തരുന്നില്ല. അത് നമുക്ക് ചെയ്തു തരേണ്ടതല്ല. അവരെന്തായാലും ചോദിച്ചപ്പോൾ പറയാ ചെയ്തു തരാൻ പറഞ്ഞു. പിന്നെ ഒറ്റ പോക്കാം. എത്ര അമ്മമാർ നിൽക്കണം നോക്കുക, എത്ര കുട്ടികളെയും കൊണ്ടും കാര്യങ്ങളും. മടങ്ങി പോയിട്ടുണ്ടോ? ഒരുപാട് പേര് മടങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് ഇതുണ്ട്. രാവിലെ തൊട്ടുള്ള തിരക്കാണ്. ഈ തിരക്ക് തന്നെയാണ്. രാവിലെ തൊട്ടും ഇങ്ങനെ തന്നെയാണ് തിരക്ക്. രാവിലെ കുറേ ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ അവരാവാണ്ട് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ്. അങ്ങനെ എന്താ? അത് തന്നെയാണ് മെയിനായിട്ട്. രാവിലെ ബൂത്ത് ഏജന്റുമാരൊക്കെ പറഞ്ഞതാണ് 2 ബൂത്ത് വെക്കണം, ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകളാണ്. എല്ലാ ഇലക്ഷൻ വരുമ്പോഴും ഇവിടെ എപ്പോഴും തിരക്കാണ്. ഈ 73ാം ബൂത്ത് എപ്പോഴും തിരക്കാണ്. അപ്പോൾ നമ്മൾ ബൂത്തിലെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് 2 ബൂത്ത് അല്ലാണ്ട് വേണം പറഞ്ഞിട്ട് ആരും സമ്മതിക്കാണ്ട് ഇതായിരിക്കണം. ഒരു ഇലക്ഷൻ ബൂത്തിൻ്റെ അത് മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് അല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി പറഞ്ഞു 1300 വോട്ടുണ്ട്. അപ്പോൾ 2 മിഷനോളം നമുക്കത് വേണമെന്നുള്ളത്. അതും കൂടി അവർ കണക്ക് കൂട്ടാണ്ടാണ് ഇത്രയും നേരം. എന്നിട്ടും ഈ മിഷൻ എല്ലായിടത്തും കാട്ടി എത്രയോ സ്ലോ ആണെന്ന് പോണത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അവിടുന്ന് എത്ര സ്ലോ ആണെന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അവിടുന്ന്